मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूं बच्चों आप ठीक है ना എല്ലാ മക്കളും പരീക്ഷയുടെ അവസാന ഘട്ട തയ്യാറെടുപ്പിലാണ് മക്കളെ നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചോളൂ ഈ പരീക്ഷയിൽ വരുന്ന പോസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതെല്ലാം പാഠഭാഗം ബേസ് ചെയ്ത് പോസ്റ്റർ വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം പോസ്റ്റർ തയ്യാർ കരേ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മക്കൾ നാളത്തെ പരീക്ഷയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ പോസ്റ്ററുകളിൽ ഏതെങ്കിലും ഒന്ന് കൃത്യമായിട്ട് നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾ കാണും മക്കളെ അപ്പൊ കൃത്യമായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിച്ചോളൂ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം പോസ്റ്റർ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം മക്കളെ ആദ്യമായി ഇങ്ങനെ ഒരു പോസ്റ്റർ നമുക്ക് സാധ്യതയുണ്ട് मीना गुलमोहर की वर्षगांठ से संबंधित പോസ്റ്റർ തയ്യാർ की वह പോസ്റ്റർ തയ്യാർ करे ല്ലേ നമ്മുടെ ആദ്യത്തെ പാഠഭാഗം ല്ലേ ഗുൽമോഹർ കാ ജന്മദിനം എന്നുള്ള വാഗമരത്തിന്റെ ജന്മദിനം എന്നുള്ള പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം തയ്യാറാക്കാം ല്ലേ വർഷഗാंठ समारोह ല്ലേ വാർഷികാഘോഷം ല്ലേ എന്താണ് ഗുൽമോഹർ की പാഞ്ചവീം വർഷഗാंठ ല്ലേ എന്താണ് ഗുൽമോഹറിന്റെ അഞ്ചാം ജന്മദിനാഘോഷം ല്ലേ യെസ് അഞ്ചാം വാർഷികം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പറയാം ല്ലേ അപ്പൊ ആദ്യം എന്താണോ വിഷയം ആ വിഷയം നമ്മൾ കൊടുക്കുന്നു അതാണ് ല്ലേ വാർഷികാഘോഷം എന്ന് നമ്മൾ കൊടുത്തു അതേപോലെ പിന്നെ ഗുൽമോഹറിന്റെ അഞ്ചാം വാർഷികാഘോഷം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്താണ് ആ സബ്ജക്റ്റ് എന്നുള്ളത് നമ്മൾ കൊടുത്തു ല്ലേ പിന്നെ വാഗമരം ആയതുകൊണ്ട് എന്ത് ചെയ്യും അതേപോലെയുള്ള ഒരു ചിത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം വരക്കാം ല്ലേ നിങ്ങളുടെ ആ ഒരു കല എന്ത് ചെയ്യുക അതിൽ കാണിക്കാം ല്ലേ എന്തുമായി ബന്ധപ്പെട്ടതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം നിങ്ങൾക്ക് വരച്ചാൽ നല്ലതാണ് ല്ലേ അതേപോലെ പിന്നെന്താണ് എവിടെയാണ് സ്ഥലം ല്ലേ അപ്പൊ വാഗമരം ഉള്ളത് മീനയുടെ വീട്ടിലാണ് അതുകൊണ്ട് മീനാക്ക ഗർ എന്ന് നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം ക്ലിയർ ആണോ പിന്നെ നമ്മൾ ഡേറ്റ് കൊടുക്കും ല്ലേ 6 മെയ് 2014 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡേറ്റ് നിങ്ങൾക്ക് കൊടുക്കാം അതേപോലെ ഷാം 4 ബജെ വൈകുന്നേരം 4 മണിയാണ് ല്ലേ അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം കൊടുക്കാം ല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം ഇന്ന സമയം ഒന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യൂല നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ അങ്ങനെ കൊടുക്കൂല അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സമയം കൊടുക്കാം അല്ലെങ്കിൽ അതുമായി അനുയോജ്യപ്പെട്ട് ഇനി ചോദ്യ പേപ്പറിൽ നൽകുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം അവസാനമായി ഏതൊരു പോസ്റ്ററിന്റെ അവസാനം സബ്കോ സ്വാഗതം എല്ലാവരെയും എന്ത് ചെയ്യും സ്വാഗതം ചെയ്യും അപ്പൊ ഗുൽമോഹർ കാ ജന്മദിനം എന്നുള്ള പാഠഭാഗത്തിൽ വന്നാൽ എൻ്റെ മക്കൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല മക്കളെ യെസ് ഇനി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പോസ്റ്റർ ആണ് എന്ത് आपके स्कूल में जरूरी खुराक बाल एकांगी रंग मंच होने वाला है इसका संदेश देते हुए एक पोस्टर तैयार करे ले എന്താണ് जरूरी खुराक बाल एकांगी ല്ലേ जरूरी खुराक ഏകാംഗി നാടകം ല്ലേ ഒരു ഡോസ് മരുന്ന് എന്നുള്ള അനിവാര്യമായ ഒരു ഡോസ് മരുന്ന് എന്നുള്ള പാഠഭാഗം ല്ലേ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യണം ബാല്യ ഏകാംഗി അവതരിപ്പിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ നമുക്ക് ചോദിച്ചാൽ എങ്ങനെ എഴുതാം ശ്രീ ബൽറാം അഗർവാൾ की जरूरी खुराक ല്ലേ ബൽറാം അഗർവാളിന്റെ जरूरी खुराक ല്ലേ നമ്മൾ എന്താണ് ആ വിഷയം ഏതാ നമ്മൾ കൊടുത്തു ഏകാംഗ നാടകം ബാല്യ ഏകാംഗി നമ്മൾ എന്ത് ചെയ്തു ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് പ്രസ്തുതീകരണം ആരാണ് അവതരിപ്പിക്കുന്നത് അത് ആരാണ് സാത്വിക് കക്ഷ കെ ഛാത്ര ല്ലേ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് എന്ന് നമ്മൾ പറയുന്നു അതേപോലെ 20 ഡിസംബർ പിന്നെ ഡേറ്റും അതേപോലെ ദിവസവും നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും ല്ലേ 20 ഡിസംബർ 2023 എന്ന് പറഞ്ഞു സബേരെ 10 ബജെ രാവിലെ 10 മണി ഒരു സമയം നമ്മൾ എന്ത് ചെയ്തു ഇവിടെയും കൊടുത്തു പിന്നെ നമ്മൾ പറഞ്ഞു സ്ഥലം കൊടുക്കണം ല്ലേ പോസ്റ്റർ കാണുന്ന ആൾക്ക് എവിടെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാവേണ്ട മക്കളെ യെസ് അപ്പൊ ഹമാര സ്കൂൾ മേ നിങ്ങളുടെ സ്കൂളാണ് എന്ന് നിങ്ങൾ പറയണം അവസാനമായി സബ്കാ സ്വാഗത് ല്ലേ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യും ഏതൊരു പോസ്റ്ററിൻ്റെതായി മാഷ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ പോസ്റ്ററിൻ്റെയും അവസാനം സബ്കാ സ്വാഗത് എന്നുണ്ടാകും ക്ലിയർ ആണോ യെസ് അവസാനമായി സ്കൂൾ കലാസമിതി ല്ലേ അതിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത് ഇത് നടത്തുന്നത് അപ്പൊ രണ്ട് പോസ്റ്റർ നമ്മൾ പഠിച്ചേ ഇനി നമ്മൾ മൂന്നാമത്തേലേക്ക് മക്കളെ നമ്മൾ പോകുന്നു ആപ്കെ സ്കൂൾ മേ രാജാ കാ ദർവാസ ല്ലേ നമ്മുടെ മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമായ ഒരു കഥയായിരുന്നു രാജാ കാ ദർവാസ രാജാവിന്റെ വാതിൽ എന്നുള്ളത് ല്ലേ ആ കഹാനി ആ കഥ രംഗ് മഞ്ച് ഹോനെ വാലാ ഹേ ഇസ്കാ സന്ദേശ് ഹോത്തെ ഹുയി ഏക് പോസ്റ്റർ തയ്യാർ കരേ രാജാ കാ ദർവാസ എന്നുള്ള പാഠഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ് രാജാ കാ ദർവാസ എന്ന കഹാനി രംഗ് മഞ്ച് ഹോനെ ല്ലേ നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് അവതരിപ്പിക്കുകയാണ് ല്ലേ നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ല്ലേ അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റർ നിങ്ങൾ തയ്യാറാക്കണം ല്ലേ സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ശ്രീ സുബീർ ശുക്ല की കഹാനി കാ രംഗാവിഷ്കാർ ല്ലേ ഏതാണ് രാജാ കാ ദർവാസ അപ്പൊ നമ്മൾ എന്താണ് ആ സംഭവം എന്നുള്ളത് ആദ്യം തന്നെ കൊടുത്തു ല്ലേ ഇനി എന്താണ് നാടക് ല്ലേ ഒരു നാടകമാണത് അതും നമ്മൾ എന്ത് ചെയ്തു ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്തു പ്രസ്തുതീകരൺ ല്ലേ ആരാണ് അവതരിപ്പിക്കുന്നത് അതാരാണ് സാത്വിക് കക്ഷ കെ ഛാത്ര ല്ലേ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് അപ്പൊ നമ്മൾ ഡേറ്റ് കൊടുത്തു 20 ഡിസംബർ 2023 രാവിലെ 10 മണിയാണ് ഹമാര സ്കൂൾ മേ സബ്കാ സ്വാഗത് ഇത് മറ്റേ ജറൂറി ഖുറാക്കുമായി ബന്ധപ്പെട്ട പോസ്റ്ററിൽ അവസാനം കൊടുത്ത അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിലും അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്തരത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പോസ്റ്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യും എത്തിക്കഴിഞ്ഞു അവസാനം സ്കൂൾ കലാസമിതി എന്നും ഇതിലും നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം നമ്മളെ സ്കൂളുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ബാല്യ ഏകാംഗിയും അതേപോലെ നാടകമൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അപ്പൊ ഹമാര സ്കൂൾ മേ എന്നുള്ളടത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സ്കൂളിന്റെ പേര് ഏതാ? മനസ്സിലായോ മക്കളെ? സിമ്പിൾ അല്ലടാ. അപ്പൊ അത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സെറ്റാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത പോസ്റ്റർ നോക്കൂ മക്കളെ. 10 जनवरी को आप के स्कूल के मैदान में खेल प्रतियोगिता होने वाली है, इसके लिए एक പോസ്റ്റർ തയ്യാർ കരേ അല്ലേ. ഖേൽ പ്രതിയോഗിത സ്പോർട്സ് അല്ലേ, സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്, ഒരു സ്പോർട്സ് നടത്തുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിച്ചാലോ? ഇത്തരത്തിലൊരു പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. അപ്പോൾ ചോദിക്കുകയാണെങ്കിലോ, ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു ഖേൽ പ്രതിയോഗിത അല്ലേ. അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡേറ്റ് കൊടുക്കുന്നു 10 जनवरी സവേരെ 10 बजे. അതും നമ്മളെ സ്കൂൾ മൈതാനത്തിലാണ്. സബ്കാ സ്വാഗത്. പിന്നെ ഉത്തരത്തിൽ മാഷ് എന്ത് ചെയ്തിട്ടുണ്ട്, സൈഡിലൊക്കെ ഓരോ ചിത്രം കൊടുത്തിട്ടുണ്ട്. കായികവുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ബാസ്കറ്റ് ബോൾ കൊടുത്തിട്ടുണ്ട്, ഷട്ടിൽ കൊടുത്തിട്ടുണ്ട്, ടെന്നീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവം നിങ്ങൾക്ക് ചിത്രം വരക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വരക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു ആകർഷണീയമാക്കാം നമ്മുടെ പോസ്റ്റർ. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മാർക്ക് കിട്ടുന്നതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സഹായകമാകും. അല്ല അതിൻ്റെ അവസാനം സബ്കാ സ്വാഗത് അല്ലേ. അപ്പം നമ്മൾ എത്ര പോസ്റ്റർ ഡിസ്കസ് ചെയ്തു മക്കളെ? 1 2 3 4 4 പോസ്റ്റർ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ നിന്നും ഏതെങ്കിലും ഒരു പോസ്റ്റർ എൻ്റെ മക്കളോട് സിമ്പിളായിട്ട് നിങ്ങളോട് ചോദിക്കും. നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞാൽ എങ്ങനെ ഒരു പോസ്റ്റർ തയ്യാറാക്കാമെന്ന് എൻ്റെ എല്ലാ മക്കൾക്കും മനസ്സിലാവും. ഒരു സംശയമില്ല. പോസ്റ്ററിൻ്റെ 5 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ് മക്കളെ. കൃത്യമായിട്ട് ഈ വീഡിയോ ഐഡൻറ്റിഫൈ ചെയ്തോളൂ അല്ലേ. കോമൺ ആയിട്ട് എല്ലാ പോസ്റ്ററിൻ്റെയും താഴെ നമ്മൾ സബ്കോ സ്വാഗതം, എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം. ഓൾ ആർ വെൽക്കം അല്ലേ. വെൽക്കം ചെയ്യാതൊരു പോസ്റ്റർ മറ്റാൾ കാണുമ്പോൾ അവരെങ്ങനെ വരിക അല്ലേ, അപ്പോൾ അവർ സ്വാഗതം ചെയ്യണ്ടേ. അപ്പോൾ അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. റെഡി അല്ലേ? യെസ്. അപ്പോൾ ഈ 4 പോസ്റ്ററിൽ നിന്ന് ഒരു പോസ്റ്റർ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. സിമ്പിളാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി. അപ്പോൾ പോസ്റ്റർ നാളത്തെ പരീക്ഷയിൽ ചോദിച്ചാൽ ഒരു സംശയവും എൻ്റെ മക്കൾക്ക് ഇനി പാടില്ല. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതോടുകൂടി നാളത്തെ പരീക്ഷ നിങ്ങൾ സെറ്റാക്കും. തുടർന്ന് നിങ്ങളുടെ അധ്യയന വർഷത്തിലൊക്കെ ഈ പോസ്റ്റർ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കൃത്യമായി നിങ്ങൾക്ക് ഈ വീഡിയോയോട് കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണം എന്നാണ് മാഷിന് പറയാനുള്ളത്. ക്ലിയർ അല്ലേ മക്കളെ? യെസ്, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയാം. ഗുൽമോഹർ കി 5വീം വർഷഗാഠ് എന്നുള്ള ഒരു പോസ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ. ഗുൽമോഹറിന്റെ ജന്മദിന വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ പഠിച്ചു. ജറൂറി ഖുറാഖ് എന്നുള്ള ഒരു പോസ്റ്റർ നമ്മൾ പഠിച്ചു. ബാൽ ഏകാംഗി ആയിരുന്നു അതെ അല്ലേ. അതേപോലെ രാജാ കാ ദർവാസ, രാജാവിന്റെ വാതിൽ എന്നുള്ള ഒരു നാടകത്തിന്റെ പോസ്റ്റർ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. അതേപോലെ ഖേൽ പ്രതിയോഗിത അല്ലേ, എന്നും ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്ററും നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു അല്ലേ. യെസ്, ഇങ്ങനെയും ഒരു ഓട്ടം എന്നുള്ള പാഠഭാഗം അല്ലെ, ഇങ്ങനെയും ഒരു ഓട്ടം എന്ന പാഠഭാഗവുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ത് ഈ ഒരു പോസ്റ്റർ. ഇതും നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു മക്കളെ. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഇനി ഒരു പോസ്റ്ററിന്റെ ചോദ്യം ചോദിച്ചാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. ഓക്കെ ആണല്ലോ മക്കളെ? അപ്പോൾ എല്ലാ മക്കളും നാളത്തെ പരീക്ഷയിൽ ഒരു പോസ്റ്റർ ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് എഴുതൂലേ? യെസ്, ഇത് ഈ പോസ്റ്റർ നിങ്ങളുടെ മനസ്സിലാക്കിയല്ലോ മക്കളെ. ഓക്കെ, സെറ്റ് ആണല്ലോ മക്കളെ? യെസ്. അപ്പോൾ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് എക്സാം ചെയ്തു. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.